ഹായ് ഫ്രണ്ട്സ്, LP-UP ഉദ്യോഗാർത്ഥികളും ടീച്ചർമാരാവാൻ കാത്തിരിക്കുന്ന എല്ലാ തസ്തികയിലേക്ക് മത്സരിക്കുന്നവരുമൊക്കെ ഈ ഒരു ഓർഡറിന്റെ പകർപ്പ് ഇപ്പം ഇങ്ങനെ വാട്സപ്പിലും ടെലഗ്രാമിലും എല്ലായിടത്തും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നമാവോ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് മുന്നേ നിങ്ങളെല്ലാം സുപ്രീം കോടതി വിധി കണ്ടതാണ്. അത് സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന് വരെ ഇത്ര വർഷത്തിനുള്ളിൽ യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന ഈ ഓർഡർ ആർക്കുള്ളതാണ്? ഇപ്പോൾ വന്ന ഓർഡർ എന്ന് പറയുന്നത് അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്ന സ്പഷ്ടീകരണം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഈ ഓർഡർ അവരുടെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനി ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഇതേ യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ട് ഉടൻ ഉത്തരവ് പുറത്തിറങ്ങും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ടീച്ചർമാർക്കുള്ള ഇരുട്ടടി തന്നെയാണ്. അപ്പൊ ഇതിൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഉത്തരവിറക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു വോയിസ് ഇല്ല. പിന്നെയോ സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂ ഹർജി പരിഗണിച്ച് അതിന് സുപ്രീം കോടതി ഇനി ബാക്കി ഉത്തരവുകളൊക്കെ വരുമ്പോൾ അതിന് വിധേയമായിരിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? അപ്പൊ ഇവിടെ ഇത് ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല. കാരണം ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ടൊരു വിദ്യാഭ്യാസ യോഗ്യതയും അല്ലാത്തവർക്ക് വേറൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഒരിക്കലും വെക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബാക്കി എല്ലാവർക്കും ബാധകമായി വരാവുന്ന ആ ഒരു ഉത്തരവിന്റെ ആദ്യ സൂചനയാണിത്. ഇതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് LPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 1 അല്ലെങ്കിൽ കേട്ടറ്റ് 2. ശരി, അതൊക്കെ അത് കുഴപ്പമില്ല, നിലവിലും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ രണ്ടാമത്തെ കണ്ടോ, UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ UPST തസ്തികയിലേക്ക് നമുക്ക് എന്താ യോഗ്യതയുള്ളൂ? +2 + TTC അല്ലെങ്കിൽ B.Ed. അപ്പോൾ TTC മാത്രമുള്ള ഒരാൾക്കും UPST ടീച്ചർ ആവാമായിരുന്നു, B.Ed ഉള്ള ആൾക്കും UPST ടീച്ചർ ആവാമായിരുന്നു. പക്ഷേ ഇപ്പോ ആ പറയുന്ന യോഗ്യതകളിൽ അപ്പുറത്തൊന്നും മാറ്റം വരുത്താതെ ആദ്യമേ ഇങ്ങനൊരു ഉത്തരവിറക്കുമ്പോൾ അത് ഉദ്യോഗാർത്ഥികളിൽ ഏറെ കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. കാരണം കേട്ടറ്റ് 2 എഴുതണമെങ്കിൽ ഡിഗ്രി കമ്പൽസറിയാ. അപ്പൊ ഇവിടെ UPST നിയമനത്തിന് ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാനും പറ്റില്ല. പിന്നെയോ കേട്ടറ്റ് 2 നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഇനി അപ്പൊ ആർക്കേ UPയിൽ ടീച്ചർ ആവാൻ പറ്റുള്ളൂ? ഡിഗ്രി ഉള്ള ആൾക്ക് മാത്രമേ ടീച്ചർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനൊരു ഉത്തരവ് ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങളാണ്. നിലവിലുള്ള LP-UPക്കാരെ ബാധിക്കുമോ? കാരണം ഞങ്ങള് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടൂടെ? അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ സർവീസിലുള്ള ടീച്ചേഴ്സ് വരെ രക്ഷപ്പെടൂലേ? കാരണം സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ യോഗ്യത 2 വർഷത്തിനുള്ളിൽ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ എന്ന് വരെ പറയണമെന്നുണ്ടെങ്കിൽ അവർ കയറുമ്പോൾ അങ്ങനെ ഒന്നില്ല. അപ്പൊ പിന്നെ അവർക്ക് ബാധകാവോ? സോ ഈ പറയുന്ന ഓർഡർ പ്രകാരമുള്ള ഈ വിദ്യാഭ്യാസ യോഗ്യതകൾ നിലവിലുള്ള UPST റാങ്ക് ലിസ്റ്റുകാരെ ബാധിക്കും. നിലവിലുള്ള വരാൻ പോകുന്ന ഹൈസ്കൂൾ ടീച്ചറുടെ കാര്യം ഇവിടെ പറയുന്ന നോക്ക്. ഹൈസ്കൂൾ ടീച്ചർ നിയമനങ്ങൾക്ക് കേട്ടറ്റ് 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. UPSTക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരുപാട് അധിക യോഗ്യത കേട്ടറ്റ് 3 ഉള്ള ഒരുപാട് പേര് UPST റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇത് പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമനം കൊടുക്കാൻ പറ്റില്ല. പിന്നെയോ സെറ്റ്, നെറ്റ്, PhD, MPhil, M.Ed ഇങ്ങനെയുള്ള അധിക ഉയർന്ന യോഗ്യത കൊണ്ട് ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതിയ ആളുകളുണ്ട്, UPST റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഇനി കേട്ടറ്റ് 3 ഉണ്ടെങ്കിൽ മാത്രമേ ഹൈസ്കൂൾ ടീച്ചർ ആവാൻ പറ്റുള്ളൂ, കേട്ടറ്റ് 2 ഉണ്ടെങ്കിൽ മാത്രമേ UP സ്കൂൾ ടീച്ചർ ആവാൻ പറ്റുള്ളൂ, കേട്ടറ്റ് 4 ഉണ്ടെങ്കിൽ മാത്രമേ ലാംഗ്വേജ് ടീച്ചർ ആവാൻ പറ്റുള്ളൂ എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ സമയത്ത് അങ്ങനെ ഒന്നില്ലായിരുന്നു എന്ന ഒരു വാദത്തിന് പോലും അവസരമില്ലാത്ത രീതിയിലാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഓർഡർ ഇറക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അറിയാം ഇത് ഉദ്യോഗാർത്ഥികളെ മൊത്തം ഭീതിയിൽ ആഴ്ത്തും എന്നുള്ളതും. ഉദ്യോഗാർത്ഥികളെ മാത്രമല്ല,
ഈ നിലവിൽ സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിനെ വരെ ഇതെന്ത് ചെയ്യുന്നു, ഇത് ഭീതിയിലാഴ്ത്തും. ഭീതിയിലാഴ്ത്തെന്ന് പറയുന്ന പണി പോകുന്ന ലെവലിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ കാര്യം പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പാർലമെന്റിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആ പാർലമെന്റിലെ ചർച്ചാ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്കവാറും സർവീസിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പണി അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പുറത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നോട്ടിഫിക്കേഷനും പരീക്ഷയും ഇന്റർവ്യൂവും എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്നവരെയൊക്കെ മുന്നിലേക്ക് ഒരു ക്ലാരിഫിക്കേഷനും ഇല്ലാതെ ഇത്തരത്തിലൊരു ഓർഡർ ഇറക്കിയിട്ട് ഉദ്യോഗാർത്ഥികളെ ഭീതിയിലാഴ്ത്തുന്ന ലെവലിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പോകുമ്പോൾ അവർക്ക് ആദ്യം എന്ത് ചെയ്യാമായിരുന്നു, UPSC നിയമനത്തിന് യോഗ്യത പറഞ്ഞിരിക്കുന്നതിൽ ആദ്യം ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു കേട്ടറ്റ് 2 നിർബന്ധമാക്കി എന്ന് പറയുകയാണെങ്കിൽ അതിന് പിന്നെയും എന്ത് ചെയ്യായിരുന്നു, ആ പറഞ്ഞതൊരു ഓർഡർ കറക്റ്റ് ആണ് എന്ന് പറയാമായിരുന്നു. ഇത് കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ എന്നെ ബാധിക്കുമോ, നിന്നെ ബാധിക്കുമോ, അവരെ ബാധിക്കുമോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് പറയാതെ, ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, കേട്ടറ്റ് 2 കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിൽ മുന്നേ നമുക്ക് NCTEയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് CTET 1 CTET 2 ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പരീക്ഷകളുടെ അതേ മാതൃകയിലേക്ക് നിലവിൽ സുപ്രീം കോടതി ആ വിധിയെല്ലാം കൊണ്ടുവന്നപ്പോൾ അവിടെ ഡിഗ്രിയാണ് നമുക്ക് മുന്നേ തന്നെ അറിയാൻ പറ്റും, TGT PGT എന്നൊക്കെ പറയുന്നത്. മുന്നേ നമ്മളെല്ലാം കേൾക്കുന്നത് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും മാത്രമാണ് അവിടെ എല്ലാം ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതേ മാതൃകയിലേക്ക് ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനനുസരിച്ച് ഉത്തരവിറക്കുക. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, ഇതെല്ലാം ആ റിവ്യൂ ഹർജിക്കും സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും വിധേയമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ ഇനി മാറ്റം വരണമെങ്കിൽ ആര് വിചാരിക്കണം, സുപ്രീം കോടതി വിചാരിക്കണം. അപ്പോൾ സുപ്രീം കോടതിയുടെ റിവ്യൂ ഒക്കെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ആളുകൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഹർജി കൊടുത്തിട്ടുണ്ട്. അത് പരിഗണിച്ച് അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ കുറേ സമയമെടുക്കും. സോ ലാസ്റ്റ് ചോദ്യം, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഒരു UPSC ഉദ്യോഗാർത്ഥി നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, TTC മാത്രമായിരിക്കും യോഗ്യത. അയാൾക്ക് നിയമനം ലഭിക്കണമെങ്കിൽ അയാൾ ആദ്യം എന്ത് ചെയ്യണം, അയാൾ ഡിഗ്രി എടുക്കണം, ഒപ്പം കേട്ടറ്റ് 2 എടുക്കണം. അപ്പൊ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. കാരണം ഇത് ഇത്തരത്തിൽ ഒരു ഓർഡർ ഇറക്കിയിട്ട് ഒരു കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിലവിലുള്ളൊരു ഓർഡറിന്റെ എന്താണ് സാധുത എന്നുള്ളത് ഇതിന്റെ ബേസിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി വരും ദിവസങ്ങളിൽ ഈ ടീച്ചർ പരീക്ഷ കാത്തിരിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് കേട്ടറ്റ് 3 ഉള്ളവർ കേട്ടറ്റ് 2 എഴുതിയെടുക്കുക. ഡിഗ്രി ഇല്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ഡിഗ്രി നേടാനുള്ള മാർഗങ്ങൾ നോക്കുക. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ പരീക്ഷകൾ കാത്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ വരാനിരിക്കുന്ന ഒരു നിൽക്കക്കള്ളിക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ജോലി എന്ത് ചെയ്തോണം, എഴുതിയെടുക്കാനുള്ളൊരു പണി കൂടി എത്രയും പെട്ടെന്ന് നോക്കിക്കോണം. ഇതെന്താവും എന്നുള്ളത് നമുക്കും ഒരുറപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മറുപടി വരും, ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാവി ഇങ്ങനൊരു അനിശ്ചിതത്വത്തിലാക്കിയിട്ട് അവരോട് ഇനി എന്ത് മറുപടി പറയും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാത്തിരുന്ന് കാണേണ്ടി വരും. സോ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നൽകിയത്. ഓക്കെ, താങ്ക് യു.